ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എറണാകുളം ടു ആലപ്പുഴ പോകുന്ന ഒരു കുഞ്ഞു ട്രാവൽ വ്ലോഗാണ്. ഈ വട്ടം കായലൊക്കെ കണ്ടെന്ന് റിഫ്രഷ് ആയി ചില്ലായി വരാമെന്ന് വിചാരിച്ചു. സോ നമ്മൾ ചൂസ് ചെയ്തത് ആലപ്പുഴയിലെ സൈറസ് റിസോർട്ടാണ്. എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ആലപ്പുഴയിലെ മുഹമ്മ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് ലൊക്കേഷൻ അവൈലബിൾ ആണ്. ഇവിടുത്തെ ചെക്ക് ഇൻ ടൈം വന്നിട്ട് 1:30 ആണ്. പക്ഷെ നമ്മൾ എത്തിയപ്പോൾ ഒരു 3:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഈ റിസോർട്ടിന്റെ ആംബിയൻസ് ഒന്ന് നോക്കി. നേരെ ഈ കാണുന്ന ഈ ഒരു വൈറ്റ് ബിൽഡിങ്ങിൽ ഇതാണ് ലേക്ക് വ്യൂ റൂംസ്. പിന്നെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ക്യൂട്ട് ആയിട്ടുള്ളൊരു വുഡൻ കോട്ടേജ്. എനിക്ക് ഈ വുഡൻ കോട്ടേജ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഫുൾ ലേക്ക് വ്യൂ ആണ്. ആൻഡ് ഇവിടെ നോക്കിയാൽ നമുക്ക് ദൂരത്ത് പാതിരാമണൽ ഐലൻഡ് ഇല്ലേ, അതും കാണാൻ പറ്റും. ഭയങ്കര വലിയ പ്രോപ്പർട്ടിയിലിരിക്കുന്ന ഒരു റിസോർട്ടൊന്നുമല്ല, ഒരു കുഞ്ഞ് റിസോർട്ടാണ്. പക്ഷെ നല്ല പീസ്ഫുൾ, നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന, ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ്. നമ്മൾ ചൂസ് ചെയ്തത് ഈ കാണുന്ന ബിൽഡിങ്ങിലെ 3rd and 4th റൂമായിരുന്നു. നമ്മൾ 4 പേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റൂമിന്റെ വ്യൂ ഒന്ന് കാണാം കേട്ടോ. റൂം വ്യൂ ഇതാണ് നമ്മൾ ചൂസ് ചെയ്ത ഡീലക്സ് റൂമിൽ ഒരെണ്ണം. ഭയങ്കര നീറ്റ് ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ് ആയിരുന്നു. പിന്നെ ബേസിക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ലൈക്ക് കോഫി പൗഡർ, ടീ പൗഡർ, ബ്രഷ്, പേസ്റ്റ്, സോപ്പ് എല്ലാം തന്നെ ഉണ്ടായിരുന്നു. നല്ലൊരു റൂമായിരുന്നു. എനിക്ക് സ്റ്റേ ഒക്കെ ഇഷ്ടപ്പെട്ടു നന്നായിട്ട്. ഹായ് ഗൈസ്. പിന്നെ പുറത്തിറങ്ങിയാൽ നമുക്ക് ഈ കടൽ പോലെ കിടക്കുന്ന കായലിനെ തന്നെ കാണാം. അപ്പം നമ്മളിന്ന് റിഫ്രഷ് ആയിട്ട് ആദ്യം തന്നെ പാതിരാമണൽ പോകാനായിട്ട് നമ്മളൊരു ഷിക്കാര ബോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 1200 രൂപയാണ് 4 പേർക്ക് ചാർജ് ചെയ്തത്. ദേ ആ കാണുന്ന ബോട്ടിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. എനിക്ക് നോർമലി കടലായിരുന്നാലും കായലായിരുന്നാലും ബോട്ടിംഗ് ഒക്കെ ഭയങ്കര പേടിയായത്. ഇങ്ങനെ കുലുങ്ങിയൊക്കെ അല്ലേ പോകുന്നത്, ലാഞ്ചി. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷേ ഈ വട്ടം ഓക്കെ ആയിരുന്നു. ദേ ഈ കാണുന്ന ഈ ഒരു ഗ്രീൻ ഐലൻഡ് ഇല്ലേ, ഇവിടോട്ടാണ് നമ്മൾ പോകുന്നത്, പാതിരാമണൽ ഐലൻഡ്. നല്ല ഭംഗിയായിരുന്നു ഈ പാതിരാമണൽ ഐലൻഡ്. നമുക്ക് ബോട്ടിൽ ഇരുന്ന് കാണാനൊക്കെ, ഇങ്ങനെ ചുറ്റും വെള്ളത്തിൽ നല്ല രസമായിരുന്നു. ഇവിടെ നമുക്കൊരു എൻട്രി ഫീസ് ഉണ്ടായിരുന്നു, 20 rupees പെർ ഹെഡാണ്. നമ്മളിവിടെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത്. മാക്സിമം നമുക്കൊരു 6 മണി വരെ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അത് കഴിഞ്ഞാൽ ബോട്ടിംഗ് സർവീസൊന്നും ഇല്ല. പിന്നെ ഇവിടെ എന്തുണ്ട് കാണാനെന്ന് വെച്ചാൽ ആകെ ഈ ഒരു പച്ചപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് അല്ലേ, നമ്മൾ നിൽക്കുന്നത് ഒരു ഐലൻഡിലാണ്, ചുറ്റും വെള്ളത്തിലാണ്. ആ ഒരു കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഫാസിനേറ്റിംഗ് എക്സ്പീരിയൻസ്. പിന്നെ ആകെ ഇവിടെ കാണാൻ പറ്റിയത് ഈ ഒരു ഓന്തിനെയാണ് കേട്ടോ, പച്ച കളർ ഓന്ത്. നോർമലി പാതിരാമണൽ എന്ന് വെച്ചാൽ ഒത്തിരി മൈഗ്രേറ്ററി ബേർഡ്സ് ഒക്കെ ഉണ്ടാവേണ്ട ഒരു പ്ലേസ് ആണ്. അങ്ങനെയാണ് ഞാൻ ഗൂഗിളിലൊക്കെ കണ്ടത്. മേ ബി സീസൺ അല്ലാത്തത് കൊണ്ടായിരിക്കാം. ടൈമിംഗ് എനിക്ക് നമ്മൾ വൈകുന്നേരമാണ് എത്തിയത്. 6 മണിയൊക്കെ ആയിട്ടും അധികം ബേർഡ്സ് ഒന്നും കണ്ടില്ല. പിന്നെ വെറൈറ്റി ആയിട്ട് കണ്ടത് ഇവനെയും കൂടെയാണ്. ഇവൻ ആക്ച്വലി ദേശാടന പക്ഷിയുടെ കാറ്റഗറിയിൽ വരുന്നതാണ്. കുക്കിൻ്റെ ഒരു വെറൈറ്റിയാണ്, കാലൊക്കെ നല്ല പിങ്ക് ആയിട്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടു നിന്നപ്പോഴേക്കും നമ്മുടെ ബോട്ട് വന്നു. നമ്മൾ നേരെ തിരിച്ച് റിസോർട്ടിലോട്ട് പോവുകയാണ്. ഈവനിങ് ഒക്കെ നല്ല ആംബിയൻസ് ആണ്. നല്ല ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. കാണിച്ചു തരാം. റിസോർട്ട് രാത്രിയിൽ കാണാൻ നല്ല ആംബിയൻസ് ആണ്, നല്ല ഭംഗിയാണ്. ആ ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാണ്. പിന്നെ നമ്മൾ പുറത്തൊന്ന് ചായ കുടിക്കാൻ പോയി. ചായ കുടിച്ചിട്ട് തിരിച്ചു വന്ന് നേരെ പൂളിൽ ചാടി. അങ്ങനെ ഒത്തിരി നേരം നമ്മൾ ഈ പൂളിൽ ടൈം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് തട്ടുദോശ കഴിക്കണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ പുറത്ത് തൊട്ടടുത്തുള്ള ഒരു കടയിലാണ് പോയത്. ഷീബച്ചീച്ചിയുടെ കടയാണ്. പിന്നെ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ രാത്രി 9 മണി, 8:30, 9 മണിയൊക്കെ കഴിഞ്ഞാൽ ഇവിടോട്ട് അധികം ഷോപ്സ് ഒന്നും കാണത്തില്ല. ഇതുപോലെയുള്ള 1-2 കട കിട്ടിയാൽ കിട്ടി, അത്രേ ഉള്ളൂ. പിന്നെ തിരിച്ചു വന്നിട്ട് ചൂണ്ടയിടാനൊന്നൊരു ട്രൈ നടത്തിയായിരുന്നു. പക്ഷേ മീനൊന്നും കിട്ടിയില്ല. അപ്പോൾ ആ ഒരു ദിവസം അങ്ങനെ തീർന്നു. ഗുഡ് മോർണിംഗ്. രാവിലെ നമ്മൾ സൺറൈസൊക്കെ കണ്ടു. എന്നിട്ട് ഇവിടെ ഊഞ്ഞാലിൽ വന്നിരിക്കുകയാണ്. നല്ല വ്യൂ ആണ് ഇവിടെ രാവിലെ. നല്ലൊരു ആംബിയൻസ് ആണ്, നല്ല റിസോർട്ട്, നല്ല ഹൈജീനിക്, നീറ്റ് ആൻഡ് ക്ലീൻ. ഇപ്പം എന്നെ കാണാൻ പറ്റിയ കുതിരവട്ടം പപ്പുവിനെ പോലെ ഉണ്ടോ?
രാവിലത്തെ സൺറൈസ് ഒക്കെ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഈ ഹൗസ് ബോട്ടൊക്കെ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഫോണിൻ്റെ ക്യാമറ ആയതുകൊണ്ട് അത്ര അങ്ങോട്ട് ക്യാപ്ചർ ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ അവിടേക്ക് ഇങ്ങനെ കുറച്ച് നടന്നതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ ഇങ്ങനെ കുറച്ച് ഫുഡേ ഉള്ളൂ എന്ന് തോന്നും. പക്ഷേ ആക്ച്വലി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് തരുന്ന കുറേ ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വീണ്ടും സ്വിമ്മിംഗ് പൂളിൽ ചാടി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം 11:30 ഒക്കെ ആയപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്തു. നമ്മൾ ചെക്കൗട്ട് ചെയ്യാണ്. കുളിച്ച് കുട്ടപ്പിയായിട്ടാണ് ചെക്കൗട്ട് ചെയ്യാണ്. പിന്നെ എവിടെ പോയാലും ഫോട്ടോ എടുക്കുക, ദാറ്റ് ഈസ് മാൻഡേറ്ററി റൈറ്റ്. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഈ പാർക്കിംഗ് ഫെസിലിറ്റി അടിപൊളിയാണ് കേട്ടോ. നല്ല സ്പേഷ്യസ് ആണ് ആൻഡ് നല്ല ഭംഗിക്കുമാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി ടാറ്റ പറഞ്ഞു നേരെ പോയത് ലഞ്ച് കഴിക്കാനായിട്ട്. അവിടെ നിന്ന് ഒരു 1/2 hour ട്രാവൽ ചെയ്ത് നമ്മൾ സുഭാഷ് ഹോട്ടലിലോട്ടാണ് പോയത്. സുഭാഷ് ഹോട്ടലിൽ ഇരിക്കുന്ന ലൊക്കേഷന് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. തൊട്ടപ്പുറത്തൊരു വയലുണ്ട്. നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. പിന്നെ നമ്മളിവിടെ നിന്ന് ഓർഡർ ചെയ്തത് മീൽസാണ്. ഫിഷ് മീൽസ് ആയതുകൊണ്ട് തന്നെ അയലമീൻ കറിയും അയലമീൻ പൊരിച്ചതും വിത്ത് മീൽസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല തോരൻ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് എല്ലാ കറിയും അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് പ്രോൺസ്, ഞണ്ട്, 2 പ്ലേറ്റ് കരിമീൻ. ഇതെല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ആൻഡ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഇത്രയും നമ്മൾ മേടിച്ചിട്ടും വെറും 1070 രൂപ ആയതേ ഉള്ളൂ. ഇത് നമ്മൾ ട്രിവാൻഡ്രത്തോ എറണാകുളത്തോ ആണ് കഴിച്ചെങ്കിൽ ഇതിൻ്റെ ഡബിൾ ദ റേറ്റ് ആയേനെ. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല ഫുഡായിരുന്നു. ഈ ഷോപ്പ് ഇരിക്കുന്ന ലൊക്കേഷൻ ഒരു കുഞ്ഞു വഴിയിലാണ് കേട്ടോ. ഒരു കുഞ്ഞു റോഡാണ്. അവർക്കിപ്പം പാർക്കിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. അപ്പോൾ ഏറെക്കുറെ ആ ഒരു ബ്ലോക്കൊക്കെ ഹാൻഡിൽ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്, ഒത്തിരി സ്ഥലത്തു നിന്നൊക്കെ വരുന്നുണ്ട്. കാരണം വരുന്നത് ആ പ്ലേസ് വേർത്ത് ആയതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ആ ഫുഡൊക്കെ കഴിച്ചു. നമ്മുടെ ട്രിപ്പ് എൻഡ് ചെയ്യാണ്. നല്ലൊരു മെമ്മറബിൾ ട്രിപ്പായിരുന്നു, നല്ല രസമായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ ഒരു റിസോർട്ടിൻ്റെ ആംബിയൻസ് ആണ്. ഭയങ്കര പീസ്ഫുൾ ആൻഡ് കാം ആയിട്ടുള്ളൊരു റിസോർട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റ, ബൈ ബൈ.